ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഷെൻജൻ വിസനെ കുറിച്ചിട്ടാണ്. എങ്ങനെയാണ് ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്യേണ്ട ആ വക കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ ഇതിൽ തന്നെ ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന രണ്ട് കൺട്രീസ് എന്ന് പറയുന്നത് ഫ്രാൻസ് ആൻഡ് ഇറ്റലിയാണ്. കാരണം ഫ്രാൻസിൽ ഞാനൊരു ഷോർട്ട് ടേമിന് പോയിട്ടുണ്ടായിരുന്നു, ഇറ്റലിക്ക് ഞാൻ ലോങ് ടേമിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് ഈ പ്രോസസ്സ് കുറച്ചും കൂടെ എനിക്കറിയുന്ന ഞാൻ ഗോ ത്രൂ ചെയ്ത കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഫസ്റ്റ് തിങ്, നിങ്ങൾ ഷെൻജൻ ഏരിയയ്ക്ക് ഇപ്പോൾ ജനറലി നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഷെൻജൻ വിസ കിട്ടിയാൽ നിങ്ങൾക്ക് യൂറോപ്പിൽ തന്നെ പല കൺട്രീസിലും പോവാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കിപ്പം ഫ്രാൻസിലെ വിസയാണെങ്കിൽ നിങ്ങൾക്ക് ജർമ്മനിയിലും പോവാം, നെതർലാൻഡ്സ് പോവാം, പോളണ്ട് പോവാം, ഐസ്ലാൻഡ് പോവാം. അങ്ങനെ ഈ ഏരിയയിൽ വരുന്ന കുറച്ച് പെർട്ടിക്കുലർ കൺട്രീസ് ഉണ്ട്. സോ ഈ ഏരിയയിലൊക്കെ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഈവൻ ദോ ഇങ്ങനെയാണെങ്കിലും ഓരോ കൺട്രീസിന് അതിൻ്റെതായ സ്പെസിഫിക് കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ USA വിസ ഡിഫറെൻ്റ് ആയിരിക്കും, കാനഡയിൽ ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഈ ഷെൻജൻ ഏരിയയിൽ തന്നെയുള്ള ഈ പല പല കൺട്രീസിൽ നിങ്ങൾ ഫസ്റ്റ് എൻട്രി ചെയ്താണ് ചെയ്യുന്നത്, അതിൽ ഡിഫറെൻറ്റ് കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. സോ ഫസ്റ്റ് തിങ്, നിങ്ങൾക്കിപ്പോൾ ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നിക്കൽ അതിൻ്റെ കോൺസുലേറ്റിൽ പോയിട്ട് അപ്ലൈ ചെയ്യാം, ഇല്ലെങ്കിൽ VFSലൂടെ അപ്ലൈ ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ല ഏജൻറ്റുമാർ വഴി പോകാം. ഇപ്പോൾ ഏജൻറ്റ്മാരുടെ വഴി പോവുകയാണെങ്കിൽ അത് കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കും. പിന്നെ അത് കാര്യങ്ങളൊക്കെ അവർ പറയണ പോലെ നിങ്ങൾക്ക് ചെയ്താൽ മതി. നിങ്ങളായിട്ട് വലുതായിട്ട് എഫേർട്ട് ഇടേണ്ട കാര്യമില്ല, അതൊരു ഈസി വേ ആണല്ലോ. അപ്പോൾ പക്ഷെ ഞാൻ പോയത് ഡയറക്റ്റ്ലി VFS ത്രൂ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കോൺസുലേറ്റ് എല്ലാ സ്ഥലത്തും ഉണ്ടാവണമെന്നില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങൾക്ക് ഇറ്റലിക്ക് പോകാനായിട്ട് ഇന്ത്യയിൽ 3 കോൺസുലേറ്റ്സ് ആണുള്ളത്. ഒന്ന് ബാംഗ്ലൂരാണുള്ളത്, വേറൊരെണ്ണം കൊൽക്കത്തയിലാണുള്ളത്, വേറൊരെണ്ണം ഐ തിങ്ക് ന്യൂ ഡൽഹിയാണുള്ളത്. ഇങ്ങനെ 3 കോൺസുലേറ്റ് ആണ്. അപ്പോൾ നിങ്ങളിപ്പോൾ കേരളത്തിലുള്ള ഒരാൾ, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഹൈദരാബാദിൽ നിന്നുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ കോൺസുലേറ്റ്സിൽ എത്തിപ്പെടാൻ പറ്റുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ നമുക്ക് VFS ഗ്ലോബൽ ത്രൂ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പോകാവുന്നതാണ്. അപ്പോൾ ഈ VFSൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ, കോൺസുലേറ്റ് വഴി പോകുമ്പോൾ ഓരോ പെർട്ടിക്കുലർ കാര്യങ്ങൾ. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഫ്രാൻസിലുള്ള കാര്യങ്ങൾ പറയാം. അവിടെ ഞാൻ ഷോർട്ട് ടേമിനായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അതെനിക്കൊരു കോൺഫറൻസ് ആവശ്യത്തിനാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ നിങ്ങളൊരു ആവശ്യത്തിന് പോയപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഫാമിലി വിസിറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ചുമ്മാ ടൂറിസ്റ്റ് ഇതായിരിക്കാം, അല്ലെങ്കിൽ ബിസിനസ് ആവശ്യങ്ങൾക്കായിരിക്കാം. അങ്ങനെ കുറേ ക്രൈറ്റീരിയാസ് ഉണ്ട്. അപ്പോൾ ഇപ്പം നിങ്ങൾ ഫ്രാൻസിൽ പോയി എന്ന് വിചാരിച്ചിട്ട് സെയിം പ്രോസസ്സ് ആയിരിക്കണം എന്നില്ല ജർമ്മനിക്ക് പോകുമ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾ VFSൻ്റെ സൈറ്റിൽ പോവുക, അല്ലെങ്കിൽ ഈ കോൺസുലേറ്റ് ഇതിൻ്റെ അടുത്ത് നോക്കിയാൽ അവർ പറയും എന്തൊക്കെ കാറ്റഗറീസ് ആണ് വേണ്ടത്. അപ്പം മെയിൻലി നിങ്ങൾക്ക് വേണ്ട ഒരെണ്ണം എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് നിങ്ങളുടെ പാസ്പോർട്ട് നിങ്ങൾക്ക് വേണം, ദാറ്റ്സ് ദ ഇമ്പോർട്ടൻറ്റ് തിങ്. പിന്നെ നിങ്ങളുടെ പേർപ്പസ് ഓഫ് വിസിറ്റിനനുസരിച്ചിട്ട് ഓരോന്നും മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പം നിങ്ങൾക്ക് ഫാമിലി ആണെങ്കിൽ ഫാമിലി മീറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ അതിൻ്റെത്, ടൂറിസ്റ്റ് വിസയാണെങ്കിൽ അതൊക്കെ കൈൻഡ് ഓഫ് കുറച്ചും കൂടെ എളുപ്പമായിട്ട് കിട്ടുന്ന സംഭവമാണ്. പിന്നെ സെക്കൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്. അത് ഞാനിപ്പോൾ കാണിക്കുന്നില്ല, എൻ്റെ കയ്യിലുണ്ടത്. ലൈക്ക് ഫെഡറൽ ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. സോ അതാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓരോന്നിനും ദെൻ അഗെയിൻ പെർട്ടിക്കുലർ ഇതുണ്ട്. ഇപ്പം ഞാൻ ഷോർട്ട് ടേം വിസിറ്റിൽ പോയപ്പോൾ അവർക്കൊരു മിനിമം റിക്വയർമെൻറ്റ്സ് ഉണ്ട്. എന്നുവെച്ചാൽ ഇത്ര ബാലൻസ് നിങ്ങൾക്ക് വേണം എന്നുള്ളത് ഉണ്ടാകും. അതും ഈ പറഞ്ഞ പോലെ ഓരോ കൺട്രീസിനും വേരി ചെയ്യും. ഇപ്പോൾ കാനഡയ്ക്കുള്ള പോലെ ആയിരിക്കില്ല യൂറോപ്യൻ കൺട്രീസിനും. അപ്പോൾ ഈ ഷോർട്ട് ടേം വിസയ്ക്ക് പോകുന്നത് കൊണ്ട് തന്നെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ കോൺഫറൻസിന് പോയതുകൊണ്ട് എന്നെ എൻ്റെ കോളേജുകാരായിരുന്നു സ്പോൺസർ ചെയ്യുക. എന്ന് വെച്ചാൽ അവർക്കൊരു പെർട്ടിക്കുലർ ലിമിറ്റ് ഉണ്ടാവും. ഈ 1,25,000 ആണ് ആ ലിമിറ്റ്. അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മളെങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് അവർക്കൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഇതുണ്ടാവണം. ലൈക്ക് അവർക്കറിയണം നമ്മളവിടെ പോയാലും ഇങ്ങനെ ലോസ്റ്റ് ആവില്ല, ലൈക്ക് വി വിൽ ബി റിട്ടേണിങ് ബാക്ക് ടു അവർ ഹോം കൺട്രി എന്നുള്ളൊരു അഷ്വറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് വിസ കിട്ടും. പിന്നെ അതുപോലെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇറ്റലിക്ക് പോകുന്ന സമയത്ത് ഈ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുത്താലും ആ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ സംടൈംസ് ദി ഡിമാൻഡ് ഈ ബാങ്ക് മാനേജറിൻ്റെ സൈനും സീലും ഒക്കെ വേണം. പക്ഷെ എനിക്ക് ഫ്രാൻസിൽ പോകുമ്പോൾ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇറ്റലിക്ക് പോകുമ്പോൾ അത് ആവശ്യമുണ്ട്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ
ഇപ്പം നിങ്ങൾ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ വിചാരിക്കും നമുക്കൊരു പുതിയ ബാങ്ക് അക്കൗണ്ട് എടുത്ത് നമുക്ക് പെട്ടെന്ന് എന്താ കുറച്ച് ലൈക്ക് പൈസ അതിൽ കാണിച്ച് അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു സ്റ്റേബിൾ നമ്മളുടെ ഹിസ്റ്ററി നോക്കുക, അവർ 2 months 3 months, അപ്പം അത്രയും ഒരു ഹിസ്റ്ററി അവർ നോക്കുന്ന സ്റ്റേബിൾ ട്രാൻസാക്ഷൻസ്, നമ്മുടെ ഇതിൽ ഇനഫ് ഫണ്ട്സ് ഉണ്ടോ, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. അല്ലാണ്ട് നിങ്ങൾ ലാസ്റ്റ് മിനിറ്റ് വിസേൻ്റെ സമയത്ത് ഒരു പെട്ടെന്ന് പോയിട്ട് ഒരു ബാങ്ക് അക്കൗണ്ട് തുറന്നിട്ട് അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ വിസ റിജക്റ്റ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്ലെയിൻ ടിക്കറ്റ്. അത് നിങ്ങൾക്ക് ഉണ്ടായേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ ഫ്രാൻസിൽ പോകുന്ന സമയത്ത് ഞാൻ പോകുന്ന ടിക്കറ്റ് എടുത്തില്ല, പക്ഷെ റിട്ടേൺ ടിക്കറ്റ് എടുത്തു. കാരണം അവർക്ക് എന്താ അറിയേണ്ടത്, നമ്മൾ റിട്ടേൺ ആകും. അപ്പം ഞാൻ അതിനൊരു സ്പെസിഫിക് ആയിട്ടൊരു ലെറ്റർ എഴുതി. കാരണം ഞാൻ ആ ലെറ്ററിൽ എന്താ മെൻഷൻ ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ, ഈ വിസ എപ്പോഴാണ് നമുക്ക് കിട്ടുക എന്നുള്ള അറിയാത്ത കാരണം ഞാൻ ലൈക്ക് പോണ ടിക്കറ്റ് എടുക്കുന്നില്ല. പക്ഷെ കാരണം എനിക്ക് അതിലൊരു പേർപ്പസ് ഉണ്ടായിരുന്നു, ഞാൻ പോകുന്നത് കോൺഫറൻസ്. അപ്പം ഇത്ര ഡേയ്സ് ആണ് ഞാൻ കോൺഫറൻസിന് പോകുന്നുണ്ട്. അപ്പം ഞാൻ അവിടെ പോയി എവിടെ സ്റ്റേ ചെയ്യും, അങ്ങനെ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ലെറ്റർ പോലെ എഴുതിയിട്ട് ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ റിട്ടേൺ ടിക്കറ്റ് പക്ഷേ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോണ സമയത്ത് ഞാൻ പറഞ്ഞു, ഞാൻ വിചാരിച്ച പോലെ വിസ കിട്ടുകയാണെങ്കിൽ ഇന്നേ ഡേറ്റിന് ഇന്നേ ഫ്ലൈറ്റിന് ഇവിടുന്ന് ബോർഡ് ചെയ്യും, ഇവിടെ പോയി ഇറങ്ങും, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും വെച്ചിട്ടാണ് ഞാൻ ലെറ്റർ എഴുതിയിട്ടുണ്ടായിരുന്നത്. സോ അവർക്ക് ബേസിക്കലി എന്താണ് ഒരു അഷുറൻസ് വേണം, നിങ്ങൾ ഷോർട്ട് ടേമിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ തിരിച്ച് വരും എന്നുള്ളത്, നിങ്ങളുടെ ഹോം കൺട്രിയിലേക്ക് തിരിച്ചു വരും എന്നുള്ളത്. അതുപോലെ ഇപ്പം ലോങ് ടേമിന് പോവുകയാണെങ്കിൽ നമ്മൾ എന്താണെങ്കിൽ നമ്മൾ പോകുന്ന ടിക്കറ്റ് വെക്കണം, ടിക്കറ്റ് ഡീറ്റെയിൽസ് ഉണ്ടാവണം, ഡേറ്റ് കാര്യങ്ങൾ അങ്ങനെയെല്ലാം. പിന്നെ ഉള്ള ഒരെണ്ണമാണ് യു ഷുഡ് ഹാവ് എ ട്രാവൽ ഇൻഷുറൻസ്. ട്രാവൽ ഇൻഷുറൻസ് എന്തിനാണെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾ സപ്പോസ് നിങ്ങൾക്ക് ഇപ്പം എന്തെങ്കിലും വയ്യാണ്ടായി, ഓൺ ദ വേ നിങ്ങൾക്ക് വയ്യാണ്ടായി, അങ്ങനെ നിങ്ങൾക്ക് വയ്യാണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്നൊരു ആക്സിഡൻറ്റ് അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഡിസീസോ എന്തെങ്കിലും വന്നാൽ എങ്ങനെ നിങ്ങൾക്കത് കവർ ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള ഒരു ഇതിനാണ് വേണ്ടിയിട്ട് നമ്മൾ ഈ ട്രാവൽ ഇൻഷുറൻസ് എടുക്കുന്നത്. അപ്പോൾ ട്രാവൽ ഇൻഷുറൻസ് നിങ്ങൾക്ക് കാണിച്ചു തരുവാണെങ്കിൽ, ഞാൻ ഇവിടെ ഫ്രാൻസിൽ പോകുമ്പോൾ ഞാൻ ടാറ്റ AIGൻ്റെയും, ഇപ്പം ഞാൻ ലൈക്ക് ഇറ്റലിക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് റിലയൻസിൻ്റെയും ട്രാവൽ ഇൻഷുറൻസ് ആണ്. ഐ തിങ്ക് ഐ ഡോണ്ട് ഹാവ് ഇറ്റ് വിത്ത് മീ. എനിക്കൊരു കോപ്പി ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിചാരിച്ചു, ബട്ട് ഇറ്റ്സ് ഓക്കെ, ഐ ഡോണ്ട് ഹാവ്. ഇത് കോപ്പി എടുത്തിട്ടില്ല. ഓക്കെ ഫൈൻ, നോ ഇഷ്യൂ. അപ്പോൾ അതുമാണ് വേണ്ടത്. ഓക്കെ, സോറി, ഐ ഹാവ്. അതാണ് ട്രാവൽ ഇൻഷുറൻസ്. പിന്നെ ഞാൻ എത്ര മാസത്തേക്കാന്നുള്ളത് ലൈക്ക് അതും ഒരു ക്രൈറ്റീരിയ ഉണ്ട് കേട്ടോ. ലൈക്ക് ഓരോ കൺട്രീസിൽ നിങ്ങൾ പോകുമ്പോൾ അവർ തന്നെ പറയും ഇത്ര എമൗണ്ട് മിനിമം ഇത് കവർ ചെയ്യണം. അതും നിങ്ങൾ ഓരോ കൺട്രീനെ വെച്ചിട്ട് വേണം ആ ട്രാവൽ ഇൻഷുറൻസ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം നിങ്ങൾ VFS ത്രൂ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവർ തന്നെ സർട്ടൻ ട്രാവൽ ഇൻഷുറൻസ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യും. പിന്നെ എല്ലാ ട്രാവൽ ഇൻഷുറൻസും പറ്റില്ല, നമ്മൾ ചില അക്സെപ്റ്റഡ് ആയിട്ടുള്ള അതും നിങ്ങൾക്ക് അവരുടെ പേജിൽ കാണാൻ പറ്റും, ഏതൊക്കെയാണ് അക്സെപ്റ്റഡ് ആയിട്ടുള്ള ട്രാവൽ ഇൻഷുറൻസ് ലൈക്ക് സ്കീംസ് എന്നുള്ളത്. അതാണ് ഒരെണ്ണം. ലൈക്ക് വേറെണ്ണം. പിന്നെ ലൈക്ക് വാട്ട് ഡു യു നീഡ്. ഓക്കെ, അപ്പം ഇനിയിപ്പം നിങ്ങൾ VFS ത്രൂ പോവുകയാണെങ്കിൽ വാട്ട് യു ഷുഡ് ഡു, നിങ്ങൾ ഫസ്റ്റ് ഒരു അപ്പോയിൻമെൻറ്റ് ഉണ്ടാക്കണം. അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് മാത്രമേ നമുക്ക് ലൈക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 2 എണ്ണത്തിൻ്റെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഫ്രാൻസിൽ വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോമാണ്, ഇത് ഇറ്റലിയുടെ ആപ്ലിക്കേഷൻ ഫോമാണ്. ഇനി ഇതിൽ തന്നെ വന്നിട്ട് കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം ഇറ്റലിയിൽ ഞാൻ പറഞ്ഞല്ലോ 3 ഡിഫറെൻറ്റ് കോൺസുലേറ്റ്സ് ഉണ്ട്. അപ്പം ഞാൻ കേരളത്തിൽ ആയതുകൊണ്ട് തന്നെ എൻ്റെ കോൺസുലേറ്റ് എന്ന് പറയുന്നത് മുംബൈ ആണ്. അതേസമയം നിങ്ങൾ വേറെ പല സ്ഥലത്തുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ കോൺസുലേറ്റ് മാറും. സോ ഈ നമ്മുടെ ഫുൾ ഇന്ത്യൻ സ്റ്റേറ്റ്സിന് അവർ 3 ഡിഫറെൻറ്റ് കോൺസുലേറ്റ്സിലേക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പെർട്ടിക്കുലർ കോൺസുലേറ്റിലേക്ക് മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഡിഫറെൻറ്റ് ഫോംസ് ആണിത്. ഈവൺ ഞാൻ പറഞ്ഞല്ലോ ഷെൻജൻ വിസ ആണെങ്കിലും ഇതിലുള്ള ലൈക്ക് വിസ സെയിം ആണെങ്കിലും നിങ്ങൾക്ക് ആ വിസ വെച്ചിട്ട് എല്ലാ കൺട്രീസിലും പോകാൻ പറ്റുമെങ്കിലും അതുപോലെ
ഇതിനുള്ള ഇതൊക്കെ ഡിഫറെൻ്റ് ആപ്ലിക്കേഷൻ ഫോമാണ്. ഇതിൽ ചോദിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഡിഫറെൻ്റ് ആണ്, ഇതിൽ ചോദിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഡിഫറെൻ്റ് ആണ്. ആൻഡ് അത് ഓഫ് കോഴ്സ് ഈ എന്താ പറയുക ലൈക്ക് ഷോർട്ട് ടേം ലോങ് ടേം ആ ഡിഫറൻസിലും മാറ്റം ഉണ്ടാവും. കണ്ടോ, ഇത് ഞാൻ ഫ്രാൻസിൽ പോകുമ്പം ഐ വിസയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ആൻഡ് ദിസ് ഇസ് ഫോർ ഇറ്റലി. സർട്ടൻ ഫോട്ടോ സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. മെയിൻ ആയിട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചെവി കാണണം. ചെവി ഇങ്ങനെ, എൻ്റെയൊക്കെ ചെവി ഇങ്ങനെ കയറിയിരിക്കുന്നവർ മെയിനായിട്ട് അവർക്ക് ചെവി കാണണം. ചെവി കാണിച്ചുകൊണ്ടുള്ള ഫോട്ടോസ് ആയിരിക്കണം. ആൻഡ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം, സ്ട്രേറ്റ് നോക്കുന്നത്. അങ്ങനെ സർട്ടൻ സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. ഞാൻ ഓൾറെഡി എൻ്റെ ഫോട്ടോ എടുത്തിട്ടായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് കുറച്ചൊരു ആഷ് കളർ, നമുക്ക് കണ്ടാൽ കൂടെ മനസ്സിലാവില്ല. പക്ഷെ അവിടെ പോയപ്പോൾ അവർ പറഞ്ഞു ആ ഫോട്ടോ അക്സെപ്റ്റബിൾ അല്ല, വൈറ്റ് പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് വേണമെന്നുള്ളത്. അത് വേറൊരു കാര്യം. സോ ഇതൊക്കെയാണ് മെയിനായിട്ട് വേണ്ട കുറേ കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഓരോ സ്ഥലത്ത് നിങ്ങൾ പോകുമ്പോൾ ഓരോ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കും. പിന്നെ നിങ്ങൾ എല്ലാ ലൈക്ക് കോമൺ ആയിട്ടുള്ള വേറൊരു കാര്യം, ഇപ്പം ഞാൻ പറഞ്ഞ ട്രാവൽ ഇൻഷുറൻസ് കോമൺ ആണ്. പിന്നെ പ്ലെയിൻ ടിക്കറ്റ്സ് അതെല്ലാ വിസയ്ക്കും ഇമ്പോർട്ടൻ്റ് ആണ്, ബീറ്റ് എനിത്തിങ്. പിന്നെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, ഇതൊക്കെ എല്ലാത്തിനും കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു കവർ ലെറ്റർ വേണം. അതും കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോഴും ഒരു കവർ ലെറ്റർ നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ടോ എഴുതിയിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ അതും സബ്മിറ്റ് ചെയ്യണം ഈ ഫോംസിൻ്റെ ഒക്കെ കൂടെ. പിന്നെ ഞാൻ കുറച്ചും കൂടെ ഇപ്പം ഞാൻ അപ്ലൈ ചെയ്ത വിസേനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ലോങ് ടേം റിസർച്ചർ ഡി ടൈപ്പ് വിസയ്ക്കാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. സോ അത് വന്നിട്ട് ലൈക്ക് ഇറ്റലിയിൽ അത് 365 ഡേയ്സിനാണ് അവരത് ഇഷ്യൂ ചെയ്യുക, ആ വിസ എന്ന് പറയുന്നത്. അപ്പം തന്നെ ഈ ഞാൻ പറഞ്ഞല്ലോ ഈ മുംബൈ കോൺസുലേറ്റിൽ പോയി നിങ്ങൾക്ക് സർട്ടൻ സംഭവങ്ങൾ കിട്ടും. അപ്പം അതിലൊന്നാണ് ഈ waiver ഡിക്ലറേഷൻ. ഇത് അവരുടെ സൈറ്റിലുള്ള ഫോമാണ്. ആൻഡ് ഡിക്ലറേഷൻ ഓൺ ട്രാവൽ ഇൻഷുറൻസ്, പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ അവരുടെ ഓരോരുത്തരുടെ സൈറ്റ് പോയാൽ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ ഇതുപോലെ അറിയാൻ വേണ്ടി പറ്റും. ലൈക്ക് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ സെയിം കോൺസുലേറ്റ് ലൈക്ക് സെയിം കൺട്രി ആണെങ്കിലും ഡിഫറെൻറ്റ് കോൺസുലേറ്റ്സ് ആകുമ്പോൾ അവരുടെ കുറച്ച് നീഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുകയും ചെയ്യും. ഇനി ഈ വിസയെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ ഇവർക്ക് കുറേ വേറെ എക്സ്ട്രാ സാധനങ്ങളുണ്ട്. എനിക്കത് പ്രൊനൗൺസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല. ഞാൻ കൊഡിയാക് ഫിസലെ എന്നൊക്കെയാണ് പറയുന്നത്. അതിൻ്റെ സ്പെല്ലിംഗ് CODICEFISCALE. അപ്പോൾ അതെന്ന് പറയുന്നത് നമുക്കൊരു നമ്പർ കിട്ടും. അത് ബേസിക്കലി ഈ ടാക്സ് കോഡിനൊക്കെ വേണ്ടിയിട്ടുള്ള റിലേറ്റഡ് സംഭവങ്ങൾക്കൊക്കെ ഉള്ളൊരു ഇതാണ്. അത് നമുക്ക് വേണം. പിന്നെ നല്ല ഒസ്റ്റ എന്നാണ് ഞാൻ പ്രൊനൗൺസ് ചെയ്യുന്നത്. അതിൻ്റെ സ്പെല്ലിംഗ് NULLA OSTA. അതെന്ന് പറയുന്നത് നമ്മുടെ അവിടുത്തെ കോൺട്രാക്റ്റ് ആ പെർട്ടിക്കുലർ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ആ പ്രൊഫസർ വന്നിട്ട് നമുക്ക് തരണ ഒരു ഇതാണ്. ലൈക്ക് അത് എടുക്കാൻ കുറച്ച് ടൈം എടുക്കും. അപ്പം ഇത് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ പറഞ്ഞ വിസ കാറ്റഗറിയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഫ്രാൻസിൽ ഞാൻ കോൺഫറൻസിന് പോയപ്പോൾ, അപ്പം അവിടെ എന്ത് വേണം, അവിടെ നമുക്ക് അവരുടെ ഇൻവിറ്റേഷൻ വേണം. പിന്നെ നമ്മൾ ആരെങ്കിലും സ്പോൺസർ ചെയ്യുമെങ്കിൽ അത് വേണം. സിൻസ് ഞാൻ കോളേജ് സ്റ്റുഡൻറ്റ് ആയതുകൊണ്ട് തന്നെ കോൺഫറൻസ് പേർപ്പസിനായതുകൊണ്ട് തന്നെ നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് വേണം. അങ്ങനെ കുറേ പെക്യുലാരിറ്റീസ് ഉണ്ട്. അപ്പം നിങ്ങൾ ഏതിലാണോ നിങ്ങൾ പോണത് അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട്. സോ ഞാനീ പറഞ്ഞ പോലെ മെയിനായിട്ട് ഇത് കണ്ടോ, ഇത് ഞാൻ ലൈക്ക് ആ കോൺഫറൻസിന് വേണ്ടി പോയപ്പോൾ എടുത്ത ലൈക്ക് നമുക്കിത് വേണമല്ലോ കൺഫേം ലൈക്ക് ഇൻവിറ്റേഷൻ ലെറ്റർ. അപ്പം അതൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്യണം ഈ വിസയ്ക്ക് വേണ്ടിയിട്ട്. അപ്പം അവർക്ക് കൺവിൻസിങ് ആവണം ബേസിക്കലി നമ്മൾ എന്തിനാണ് പോകുന്നത്. നമ്മളുടെ ഇത് ക്ലിയർ ആണെങ്കിൽ, ഇപ്പം ഞാൻ പറഞ്ഞു ഫ്രാൻസിൽ പോകുമ്പോൾ ഞാൻ പോകുന്ന ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ അതിനനുസരിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും വെച്ചിട്ട് ഞാനൊരു ലെറ്റർ എഴുതി സബ്മിറ്റ് ചെയ്തു. അപ്പം എനിക്ക് വിസ ലൈക്ക് അവർ അപ്രൂവ് ചെയ്തു. അങ്ങനെയായിരുന്നു. പിന്നെ ജനറലി എനിക്കിപ്പോൾ ഈ 2 വിസയാണെങ്കിലും എത്ര ടൈം എടുത്തു, ഇതെനിക്കൊരു 3 വീക്സ്, ലൈക്ക് ലോങ് ടേം റിസർച്ചർ വിസ ഒരു 3 വീക്സും മറ്റേ ഷോർട്ട് വിസിറ്റ് വന്നിട്ട് 2 വീക്സിലും എനിക്ക് വിസ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈവൻ ദോ അവരുടെ സൈറ്റിൽ 90 ഡേയ്സ് എന്നൊക്കെ പറയുമെങ്കിലും ലൈക്ക് എനിക്കും കിട്ടി. പിന്നെ ഞാനത് എൻക്വയറി ചെയ്തപ്പോൾ ആ ചോദിച്ച ആൾക്കാർക്കും ഈ ഒരു സമയമൊക്കെ ആകുമ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു.
സോ ഇതൊക്കെയാണ് മോറോർലെസ് നിങ്ങൾ ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. കാരണം ഞാൻ ഈ വീഡിയോ എന്തിനാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഈ ലാസ്റ്റ് ടൈം ഞാൻ പറഞ്ഞല്ലോ ഫ്രാൻസിൽ ഞാൻ ഫസ്റ്റ് ടൈം പോകണം, ഞാൻ ഒറ്റയ്ക്കാണ് പോകണ്ടായിരുന്നത്. ആരും ഉണ്ടായിരുന്നില്ല, അറിയുന്ന ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ പോയിട്ട് എന്താ ചെയ്യേണ്ടത് ഒന്നും അറിയില്ല, കംപ്ലീറ്റ്ലി പല പല ഇതായിരുന്നു. അപ്പോൾ എനിക്കിങ്ങനെ ആരും ഒന്നും പറഞ്ഞു തരാനൊന്നും ഉണ്ടായിരുന്നില്ല. എന്താ ഈ സംഭവം, എൻ്റെ ഷെൻസൺ ഏരിയ അപ്പോൾ ഇതിലൊരു വിസ മതിയോ, എന്താ ഇങ്ങനെ ഫുൾ കൺഫ്യൂഷൻ, എന്താണ് ഈ ഷെൻസൺ വിസ, ഇതുപോലെ എനിക്ക് അറിയണ്ടായിരുന്നില്ല. സോ ഐ തോട്ട് ലൈക്ക് ആർക്കെങ്കിലും ഇതും ഹെൽപ്ഫുൾ ആവുമെങ്കിൽ ആയിക്കോട്ടെ. അപ്പോൾ നിങ്ങൾ മെയിൽ നോക്കുക, VFS പോവുക അല്ലെങ്കിൽ കോൺസുലേറ്റിൽ പോവുക. അവിടെ അതിൽ അവർ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ടാവും എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് അവർക്ക് ഈ പെർട്ടിക്കുലർ വിസയ്ക്ക് എന്തൊക്കെയാണ് അവർ ആവശ്യപ്പെടുക എന്നുള്ളത്. അതിനനുസരിച്ചിട്ടുള്ള ഡോക്യുമെൻറ്റ്, റിയൽ ഡോക്യുമെൻറ്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒന്നും പേടിക്കണം, നിങ്ങൾക്ക് വിസ കിട്ടും. ലൈക്ക് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് റിയൽ ആയിരിക്കണം, ഫേക്ക് ആവാൻ പാടില്ല. ആൻഡ് സെക്കൻഡ് തിങ്, നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം ഞാൻ നേരത്തെ കാണിച്ചിരുന്നല്ലോ, 2 ആപ്ലിക്കേഷൻ ഫോം ലൈക്ക് ഫോർ ഫ്രാൻസ് ആൻഡ് ഇറ്റലി. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഫോമൊന്നും ഫിൽഡ് ആവാണ്ട് നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ല. എന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ നമുക്ക് ഇത് നമുക്കറിയില്ല, ഇതെന്താണോ ഇവർ ചോദിക്കണേ എന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ വിടാൻ പാടില്ല. നിങ്ങൾ എല്ലാം ഫിൽ ചെയ്ത് ഫുൾ കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ ഫോം ആയിരിക്കണം നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. സോ ഇത്രയും ഈ ബേസിക് കാര്യങ്ങൾ നോക്കിയാൽ തന്നെ നിങ്ങളുടെ വിസ അപ്രൂവ് ആവും. ഓക്കെ, ആൻഡ് ഇനിയിപ്പോൾ നിങ്ങൾ വിസയുടെ എല്ലാ സംഭവങ്ങളും സബ്മിറ്റ് ചെയ്തു, എല്ലാ ഡോക്യുമെൻറ്റ്സും. ഇപ്പം എനിക്ക് ഇറ്റലിയിൽ പോകേണ്ടതിന് എൻ്റെ പെട്ടെന്ന് കഴിഞ്ഞു. എൻ്റെ ഹാർഡ്ലി ടു 30 minutes. എൻ്റെ ലൈക്ക് അവർ വിളിച്ചു 30 minutes എൻ്റെ എല്ലാം, കാരണം എൻ്റെ എല്ലാ ഡോക്യുമെൻറ്റ്സും ഞാൻ റെഡി ആയിരുന്നു. പിന്നെ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഫോട്ടോസ് ആണെങ്കിലും അല്ലെങ്കിൽ പേപ്പേഴ്സ് ആണെങ്കിലും ഇറ്റ്സ് ബെറ്റർ നോട്ട് ടു സ്റ്റേപ്പിൾ, മറ്റേ പേപ്പർ പിന്നില്ലേ അതുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അത് അവരും പറയുന്നുണ്ട്, നോട്ട് ടു സ്റ്റേപ്പിൾ എന്നുള്ള കാര്യം. അങ്ങനെ ലൈക്ക് ഇപ്പം നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ആ ഫോട്ടോ ഒട്ടിക്കേണ്ട സ്ഥലമൊക്കെ ഇല്ലേ, അവിടെ നിന്ന് നിങ്ങൾ ഒട്ടിക്കേണ്ട, ജസ്റ്റ് നിങ്ങൾക്ക് പിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ആൻഡ് പിന്നെന്താണ്, സോ ഇത് കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് വിസയ്ക്ക് നിങ്ങൾ വേണ്ട ഡോക്യുമെൻറ്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്തു. ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരൊരു ബയോമെട്രിക് ഒരു ഇതുണ്ട്, നിങ്ങളുടെ ബയോമെട്രിക്സ് അവർക്ക് കൊടുക്കണം. ബയോമെട്രിക് ഡാറ്റ കളക്ഷൻ എന്ന് പറഞ്ഞിട്ട് ലൈക്ക് ഇതും എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല. ഓക്കെ, സെറ്റ് പാസ്പോർട്ടിൻ്റെ നമ്പറൊക്കെ ഉണ്ട്. ഓക്കെ, സോ ഷോ ഇറ്റ് ലൈക്ക് ദിസ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്കുള്ളൊരു ബയോമെട്രിക് ഡാറ്റ കളക്ഷൻ എന്ന് പറഞ്ഞ ഈ ഒരു ഫോം അവർ തരും. അപ്പോൾ ഇതിൽ നിങ്ങളുടെ അവിടെ പോയിട്ട് ഫിംഗർ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അപ്പോൾ വേറൊരു കാര്യം എനിക്ക് അവിടെ പോയപ്പോഴാണ് മനസ്സിലായത്, ഞാൻ ഐ വാസ് എക്സ്പെക്ടിങ് ദിസ് ബയോമെട്രിക് തിങ് ഇറ്റലി വിസയ്ക്ക് പോയപ്പോൾ. പക്ഷേ ഞാൻ ഫ്രാൻസിൽ പോയത് 2024 ഏപ്രിലാണ്. ആൻഡ് ഞാനിപ്പോൾ വിസയ്ക്ക് പോയത് ലൈക്ക് ഈ റീസെൻ്റ്ലി ആണ്. സോ എൻ്റെ ബയോമെട്രിക്കിൻ്റെ ആവശ്യം അവർക്ക് ഉണ്ടായിരുന്നില്ല, കാരണം ഓൾറെഡി അത് റെക്കോർഡഡ് ആണ്. ആൻഡ് ദാറ്റ് അണ്ടർ ഷെൻസൺ വിസ. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു എത്രയോ ഡ്യൂറേഷനിൽ, ഐ തിങ്ക് 6 months അങ്ങനെ, അല്ലെങ്കിൽ ഇത്ര വർഷമാണെന്ന് തോന്നുന്നു, എന്തോ ടൈമിൽ നിങ്ങൾ ഓൾറെഡി ഇതിന് മുന്നേ നിങ്ങൾ ബയോമെട്രിക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് ടൈം പോകുമ്പോൾ അത് കൊടുക്കണ്ട. എന്ന് വെച്ചാൽ അതിനൊരു പീരീഡ് ഉണ്ട് കേട്ടോ, അതിൻ്റെ വിത്തിൻ ദാറ്റ് പീരീഡ് ആണെങ്കിൽ. അപ്പം എൻ്റെത് ഇപ്പം എന്താ 6 months വാലിഡേഷൻ ആയിരുന്നല്ലോ, അത് കഴിഞ്ഞിപ്പോൾ എക്സ്പയർ ആയി, ഇപ്പോൾ 2-3 monthsലാണല്ലോ പിന്നെ ഇതിപ്പോൾ കൊടുക്കണം. സോ അതുകൊണ്ട് എനിക്ക് ബയോമെട്രിക്കിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ നിങ്ങൾ ഇപ്പോൾ പുറത്ത് ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ യു ഷുഡ് ക്യാരി യൂറോസ് വിത്ത് യു. അത് നിങ്ങൾ മറക്കാൻ പാടില്ല. അപ്പം പുറത്തെന്ന് വെച്ചാൽ സിൻസ് യൂറോപ്പ് ഐ എം സെയിങ് യൂറോസ്. ഇപ്പം നിങ്ങൾ USA അല്ലെങ്കിൽ കാനഡ ഒക്കെ ആണെങ്കിൽ കാനഡിയൻ ഡോളേഴ്സ്, USA ഡോളേഴ്സ് അങ്ങനെ ഒക്കെ നിങ്ങൾ കയ്യിൽ വെക്കണം. സോ അതിന് നിങ്ങൾ എവിടെ പോകും അല്ലെങ്കിൽ എന്ത് ചെയ്യണം, അതിന് നിങ്ങൾ വേണ്ടത്, ഇപ്പം ഞാൻ ഇത് കണ്ടോ, ഞാൻ അഹല്യ എന്ന് പറയുന്ന ഒരു പ്ലേസ്, ഇതൊരു എക്സ്ചേഞ്ച് പ്ലേസ് ആണ്. അവിടെ നിന്നാണ് ഞാൻ പോയപ്പോൾ ഒരു യൂറോസ് കളക്ട് ചെയ്തത്. സോ ഞാൻ എത്രയാണ് ആ സമയത്ത്, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രാൻസ് പോകുന്നത് കേട്ടോ, 23,170 ഐ തിങ്ക് ഞാൻ 250 euros ആയിരിക്കും എടുത്തിട്ടുണ്ടാവാം. അപ്പം അതാണ് ലൈക്ക് അവരാണ്. ഇത് മാത്രമല്ല, അഹല്യ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എങ്ങനെയെങ്കിലും ഒക്കെ എക്സ്ചേഞ്ച്
സ്ഥലങ്ങളുണ്ടാവും. അവിടെ പോയിട്ട് നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങിക്കാവുന്നതാണ്, നോ പ്രോബ്ലം. ആൻഡ് ഓൾസോ യു ക്യാൻ യൂസ് ഇപ്പം പെട്ടെന്നൊക്കെ DCB നിയോ ഗ്ലോബൽ എന്ന് പറഞ്ഞ് അതുകൊണ്ട് അത് ഭയങ്കര കൺവീനിയൻ്റ് ആയിരുന്നു ഞാൻ ട്രാവൽ ചെയ്തപ്പോൾ. എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് നമുക്കങ്ങനെ തലവേദന എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി യൂറോസ് ആയിട്ടും അതിനൊക്കെ എടുക്കുമായിരുന്നു. അങ്ങനെ എനിക്ക് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല, ഭയങ്കര ഫീസിബിൾ ആയിരുന്നു. കാർഡ് വെച്ചിട്ട് ഉള്ള പേയ്മെൻറ്റ്സ് നമുക്ക് പ്രത്യേകിച്ച് ഒരു തലവേദന ആവശ്യം നമ്മളുടെ കാർഡ്സ് അവിടെ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ലൈക്ക് പക്ഷേ ഭയങ്കര ചാർജസ് എക്സ്ട്രാ വരും നമുക്ക്. പക്ഷേ നിയോ ഗ്ലോബൽ ഒരു ലിമിറ്റഡ് ഐ തിങ്ക് 7 lakhs വരെ എന്തോ ചാർജസ് ഫ്രീ, അത് നിങ്ങൾക്ക് കൂടുതൽ അന്വേഷിക്കാവുന്നതാണ്. സോ ഈ DCB നിയോ ഗ്ലോബലിൻ്റെ സംഭവം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം ഈ ട്രാൻസാക്ഷൻ പോലത്തുള്ള കാര്യങ്ങൾക്ക്. ആൻഡ് ദെൻ പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ അക്കോമഡേഷൻ ഡീറ്റെയിൽസ്. ഓക്കെ, സോ നിങ്ങൾ ഇപ്പോൾ ഇൻറ്റൻറ്റൻറ്റ് എത്ര ഡേയ്സിലാണോ നിങ്ങൾ ട്രാവൽ ചെയ്യാൻ അവിടെ സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാനിപ്പോൾ ഫ്രാൻസിലുള്ളപ്പം 1 week അത്രേൻ്റെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ യൂസ് ചെയ്തത് ഹോസ്റ്റൽ വേൾഡ് എന്നുള്ള ഒരു ആപ്പാണ്. കാരണം ഐ വാസ് എലോൺ, എൻ്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഫീമെയിൽ ഡോംസ് പോലുള്ള ഈ ഹോസ്റ്റൽ വേൾഡിൽ അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര, ഞാൻ 2-3 പ്രാവശ്യം എന്നിട്ട് ഈവൻ ഇന്ത്യയിലും ഞാനത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എല്ലാ സ്ഥലത്തും എനിക്കൊന്ന് മോസ്റ്റ് ഓഫ് ദ പ്ലേസസിൽ അത് പറ്റുന്ന ഒരു ആപ്പാണ്. അപ്പോൾ ട്രസ്റ്റബിൾ ആണ് കേട്ടോ. ഞാൻ അവിടെ പോയപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ഹോസ്റ്റൽ എന്ന് പറയുന്നത് സിറ്റി സെൻറ്ററിലായിരുന്നു. ഇറ്റ് വാസ് അമേസിങ് എക്സ്പീരിയൻസ്. അപ്പോൾ ഓക്കെ, ലീവ് അബൌട്ട് ദാറ്റ് പാർട്ട്. സോ നിങ്ങൾക്ക് ഇതുപോലത്തെ ഇപ്പം ഞാൻ ലോങ് ടേമിന് പോവുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 monthൻ്റെ എങ്കിലും ട്രാവൽ ഡീറ്റെയിൽസ് അക്കോമഡേഷൻ ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കണം. എവിടെയാണോ ഞാൻ സ്റ്റേ ചെയ്യാൻ പോണേ ആ വകയുള്ള കാര്യങ്ങൾ. ദെൻ അനദർ ഇമ്പോർട്ടൻറ്റ് തിങ്, നിങ്ങൾ യൂണിവേഴ്സൽ ചാർജർ ഈ അഡാപ്റ്റർ ഉണ്ടല്ലോ, നിങ്ങൾക്ക് നമ്മളുടെ ഇന്ത്യൻ സോക്കറ്റ് പോലെ ആയിരിക്കില്ല മറ്റുള്ള കൺട്രീസിൽ. US ഡിഫറെൻ്റ് ആണ്, UK ലൈക്ക് ഐ തിങ്ക് ഡിഫറെൻ്റ്, ആൻഡ് യൂറോപ്പിൽ അത് ഡിഫറെൻ്റ് ആണ്. അപ്പം നിങ്ങൾ ഒരു അങ്ങനത്തെ ചാർജർ കൊണ്ടുപോയി മാത്രം നിങ്ങൾക്കത് വർക്കാവുള്ളൂ, ഇല്ലെങ്കിൽ അത് വർക്കാവില്ല. സോ ഞാൻ ഫസ്റ്റ് പോയപ്പോൾ ഞാൻ മറന്നു പോയിട്ടോ ഇതെടുക്കാൻ. എന്നിട്ട് ഞാൻ ഓർത്തേയില്ല. എന്നിട്ട് എൻ്റെ ഭാഗ്യത്തിന് ഞാൻ അവിടെ പോയപ്പോൾ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലുള്ള 2 പിള്ളേരെ കണ്ടു. ആൻഡ് ദേ ന്യൂ മീ. അവർ മുന്നേ എന്തോ കോൺഫറൻസിന് കണ്ടത് കാരണം അവരെൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചു. അപ്പോൾ എന്തോ ചാർജിങ്ങിൻ്റെ ലൈക്ക് ഫോണിന് വലിയ പ്രശ്നം വരില്ല, നമുക്ക് USB കണക്ട് ചെയ്യാൻ പറ്റും. അവരുടെ സോക്കറ്റ്സിൽ എനിക്ക് പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ലാപ്ടോപ്പിന് നല്ല സീനായിരുന്നു. അപ്പോൾ എന്തോ ഭാഗ്യത്തിന് ഇവരുടെ കയ്യിൽ രണ്ട് പേരാണ്, 2 പേര് ഫ്രണ്ട്സാണ്, ഒരേ സാറിൻ്റെ അണ്ടറിലാണ്. അപ്പോൾ അതിലൊരു കുട്ടി എനിക്ക് അവരുടെ കയ്യിൽ 3 എണ്ണം എന്തോ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പോണവരെ എനിക്ക് 1 തന്നു. സോ അങ്ങനെയായിരുന്നു ഞാൻ അവിടെ. എനിക്ക് ഫോണ് ചെയ്യുന്നുണ്ടായിരുന്നില്ല, ഈ ലാപ്ടോപ്പിനായിരുന്നു കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നത്. സോ നിങ്ങളതൊരിക്കലും മറക്കരുത്. സോ നിങ്ങൾ മെയിനായിട്ട് യൂറോസ് ക്യാരി ചെയ്യണം, പിന്നെ ട്രാവൽ അഡാപ്റ്റർ, പിന്നെ ഈ പറഞ്ഞ പോലെ DCB നിയോ ഗ്ലോബൽ. അല്ലാണ്ട് വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കറിയില്ല, ഞാൻ യൂസ് ചെയ്തത് ഇതാണ്. സോ യു ക്യാൻ ചെക്ക് ദാറ്റ് ആസ് വെൽ. ആൻഡ് ഇത് കാണിച്ചു തരാം. ഇപ്പം തീരെ അറിയാത്ത ആരെങ്കിലും ഞാൻ ലാസ്റ്റ് ടൈം പോയപോലെ ഫസ്റ്റ് ടൈം എന്നെപ്പോലെ പോകുന്നുണ്ടെങ്കിൽ, പക്ഷെ എനിക്ക് എൻ്റെ ഡീറ്റെയിൽസൊക്കെ പോകുന്നറിയില്ല. ഓക്കെ, സോ ദിസ് ഈസ് മൈ വിസ. ഓക്കെ, ഇതിപ്പോൾ ഇറ്റാലിയൻ വിസയാണ്. ആൻഡ് ദെൻ പ്രീവിയസ്ലി സോ ഇത് ഫ്രാൻസ് പോകുമ്പോഴുള്ള വിസയാണ്. ഓക്കെ, സോ ഇങ്ങനെയാണ്. പിന്നെ അവിടെ നമ്മൾ പോയ ഇമിഗ്രേഷൻ ഉണ്ടാകും. ആൻഡ് ഇതുണ്ടോ, എനിക്ക് അവിടെ പോയ സ്റ്റാമ്പ് ചെയ്ത് തന്നതാണ് ഈ സംഭവം. ആൻഡ് ദെൻ വാട്ട് എൽസ്, യാ ഐ തിങ്ക് ദാറ്റ്സ് ഇറ്റ്. ഇത്രയൊക്കെയാണ് മെയിനായിട്ട്. എനിക്കൊന്ന് ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. എനിക്കൊന്ന് ഇങ്ങനത്തെ ഒരു വീഡിയോ ഒന്നും കണ്ടാൽ എല്ലാവരും പറയാം, ഓ യു ക്യാൻ അപ്ലൈ ഫോർ ദിസ്, ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം. പക്ഷെ എൻ്റെ അതൊന്നും എനിക്കൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല വീഡിയോസൊക്കെ കണ്ടപ്പോൾ. ഇനി എൻ്റെ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഇതേ അഭിപ്രായമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ട്രൈ ചെയ്തു. സോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ. ആരെങ്കിലും ട്രാവൽ ചെയ്യാൻ പോകുന്നവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഹാവ് എ സേഫ് ട്രാവൽ ആൻഡ് ഹാവ് എ സേഫ് ഫ്ലൈറ്റ്. ബൈ ബൈ.